ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം സെക്കൻഡ് ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 6th ക്വസ്റ്റ്യൻ, പേജ് 43-ലെ 6th ക്വസ്റ്റ്യൻ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്. ആ 2 സർക്കിൾസ് കൂടി പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പോകുന്ന പോയിൻറ്റ്സ് എയും ബിയും, അതായത് 2 സർക്കിൾസ് കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എയും ബിയും. ഇനി പിയും ക്യൂ എന്ന് പറയുന്നത് എയിലൂടെയും ബിയിലൂടെയുമുള്ള ഡയമീറ്റേഴ്സ്, എയിലൂടെയുള്ള ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റാണ് പി. അതായത് നമുക്ക് ഈ സർക്കിൾ 2 സർക്കിളിനും കോമൺ ആയിട്ടുള്ള പോയിൻ്റാണ് എ എന്ന പോയിന്റിൽ കൂടി നമ്മളൊരു ഡയമീറ്റർ വരച്ചാൽ, ആ സെൻറ്ററിൽ കൂടെ ആണല്ലോ ഡയമീറ്റർ വരയ്ക്കുന്നത്, അത് ഈ സർക്കിളിനെ എവിടെ കട്ട് ചെയ്യുമോ ആ പോയിൻ്റാണ് പി. ഇത് നമ്മളോട് പറഞ്ഞേക്കുന്നത്, അതേപോലെ എയിൽ നിന്നും ഈ സർക്കിളിലേക്ക് ഡയമീറ്റർ വരച്ചാൽ അത് സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ക്യൂ. അപ്പോൾ എയിൽ നിന്നും ചെറിയ സർക്കിളിന് വരയ്ക്കുന്ന ഡയമീറ്ററിൻ്റെ എ ഒരു എൻ പോയിൻ്റ്, അടുത്ത എൻ പോയിൻ്റ് പി. അതുപോലെ ഈ വലിയ സർക്കിളിന് എയിൽ കൂടി ഡയമീറ്റർ വരച്ചാൽ ഒരു എൻ പോയിൻ്റ് എ, അടുത്ത എൻ പോയിൻ്റ് ക്യൂ. നമ്മളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് പി ബി ക്യൂ, ഇത് 3ഉം ഒരു ലൈനിലാണെന്ന് നമ്മൾ കാണിക്കാനാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ. അതായത് സിയും ഡിയുമാണ് ഞാൻ ഇവിടെ സെൻറ്ററായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ സി ഡി എന്ന് പറയുന്നതും പി ക്യൂവും കൂടി പാരലാണെന്നും സി ഡിയുടെ ട്വൈസ് ആണ് പി ക്യൂ, അല്ലെങ്കിൽ സി ഡിയുടെ ഇരട്ടിയാണ് പി ക്യൂ എന്ന് നമുക്ക് കാണിക്കണം, അല്ലെങ്കിൽ പി ക്യൂവിൻ്റെ ഹാഫ് ആണ് സി ഡി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് പി ബി ക്യൂ, ഇത് 3ഉം ഒരേ ലൈനിലാണെന്ന് കാണിക്കും. ഇവിടെ എ പി എന്ന് പറയുന്ന ഡയമീറ്റർ ആകുമ്പോൾ ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതേപോലെ എ ക്യൂ ഡയമീറ്റർ ആകുമ്പോൾ എ ബി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാ ഈ ആംഗിൾ 90 ഡിഗ്രി. അത് കാരണം എന്താ? ഒരു സെമി സർക്കിളിലെ ആംഗിളാണ്. അതേപോലെ ഈ സെമി സർക്കിളിലെ ആംഗിൾ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. ഇനി ഈ 2 ആംഗിളും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 180 വരും. 2 ആംഗിളിൻ്റെ സം 180 ആണ്. 2 ആംഗിളിൻ്റെ സം 180. നമുക്ക് ഇത് 3ഉം ഒരേ ലൈനിലാണെന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഈ 2 ആംഗിൾസും ലീനിയർ പെയർ ആണെന്ന് കാണിക്കുക ചെയ്യും. ലീനിയർ പെയർ ആണെന്ന് കാണിക്കാൻ ഈ 2 ആംഗിളിൻ്റെയും കൂടെ സം 180 എന്ന് നമുക്ക് കാണിക്കണം. സം 180 ആയ എല്ലാ ആംഗിളും ലീനിയർ പെയർ ആകുമോ? ഇല്ല. ലീനിയർ പെയർ ആണെങ്കിൽ 2-3 കണ്ടീഷനുണ്ട്, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2 ആംഗിൾസ് ലീനിയർ പെയർ ആകണമെങ്കിൽ ആ ആംഗിൾസിൻ്റെ സം 180 ആയിരിക്കണം. 2 ആംഗിളിന് കോമൺ ആയിട്ടൊരു സൈഡ് ഉണ്ടായിരിക്കണം. ഈ 2 ആംഗിളിന് കോമൺ ഇൻറ്റീരിയർ പാർട്ട് ഉണ്ടാകരുത്. ഇൻറ്റീരിയർ പാർട്ട്, ഒരു ആംഗിളിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് എന്ന് വെച്ചാൽ ഈ അകത്തെ പാർട്ട്. അപ്പോൾ ഇവിടെ ഈ 2 ആംഗിൾ ലീനിയർ പെയർ എന്ന് പറയുന്നത്, ഇതിന് കോമൺ ആയിട്ടൊരു സൈഡുണ്ട്, ഒരു ആമുണ്ട്. പിന്നെ ഈ 2 ആംഗിളിനും എൻ്റെയും കൂടെ സം 180 ആയിരിക്കണം. മെഷർമെൻറ്റിൻ്റെ സം 180 ആയിരിക്കണം. പിന്നെ ഈ 2 ആംഗിളിൻ്റെയും കൂടെ സം 180 ആയിരിക്കണം. കോമൺ ആയിട്ട് ഒരു ആം ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഇതിൻ്റെ കോമൺ ആയിട്ട് ഇൻറ്റീരിയർ പാർട്ട് ഉണ്ടാകരുത്. ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് ഇത്, ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് ഇത്. കണ്ടോ? അപ്പോൾ ഇത് 2നും കോമൺ ആയിട്ട് ഇൻറ്റീരിയർ പാർട്ട് ഉണ്ടോ? ഇല്ല. പിന്നെ ഒരു കണ്ടീഷനും ഉണ്ട്, കോമൺ അല്ലാത്തത് ഓപ്പോസിറ്റ് റേസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ആംഗിളും 90 വീതമാണെന്ന് പറഞ്ഞു. കാരണം എന്താ? ഇത് ഫസ്റ്റ് സർക്കിളിലെ സെമി സർക്കിളിലെ ആംഗിളാണ്, ഇത് സെക്കൻഡ് സെമി സർക്കിളിലെ ആംഗിളാണ്. അതുകൊണ്ട് ഇത് 2 90 ആണ്. ഇത് അതുകൊണ്ട് ഇതിൻ്റെ സം 180 വരുന്നു. സം 180 ആണ്. അതുകൂടാതെ എ ബി എന്ന് പറയുന്നത് 2 ആംഗിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അതുകൊണ്ട് ഈ 2 ആംഗിൾ ലീനിയർ പെയർ ഫോം ചെയ്യും.
രണ്ട് ആംഗിൾ ലീനിയർ പെയർ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ കോമൺ സൈഡ് അല്ലാത്ത സൈഡുകൾ എങ്ങനെയായിരിക്കും? കോമൺ സൈഡ് അല്ലാത്ത, അതായത് രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ ആണെങ്കിൽ അതിന് ഞാനിവിടെ പറഞ്ഞു ഇതിൻ്റെ രണ്ട് ആംഗിളിൻ്റെ സം 180 ആണ്. കോമൺ ആയിട്ടൊരു സൈഡുണ്ട്. കോമൺ അല്ലാത്ത സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ് റേസ് ആയിരിക്കണം. അതായത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ PBA, ട്രയാങ്കിൾ ABQ, ഈ രണ്ട് ആംഗിളിനെ സം 180 കിട്ടി. AB കോമൺ സൈഡാണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിള് ലീനിയർ പെയർ ഫോം ചെയ്യും. ലീനിയർ പെയർ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ PBQ ഇത് ഈ 3 പോയിൻറ്റ്സും ഒരു ലൈനിലാണ്. അതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ബുക്കിലോട്ട് എഴുതിയിട്ട് നോക്കുക. ഇനിയും അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കി. സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? CD എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം. CD എന്ന് പറയുന്നത് ഈ PQവിന് പാരലാണെന്ന് പറയണം. അതുകൂടാതെ CDയുടെ ഡബിൾ ആണ് PQ എന്ന് പറയണം. നമുക്കറിയാം APയും AQവും ഡയമീറ്റേഴ്സ് ആണ്, Cയും Dയും മിഡ് പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാകുമ്പോൾ C എന്ന് പറയുന്നത് APയുടെ മിഡ് പോയിൻ്റ് ആണല്ലോ. അതുപോലെ D എന്ന് പറയുന്നത് AQവിൻ്റെ മിഡ് പോയിൻ്റാണ്. ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ APയുടെ മിഡ് പോയിൻ്റ് ആണ് C, AQവിൻ്റെ മിഡ് പോയിൻ്റ് ആണ് D. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ APQ, ട്രയാങ്കിൾ ACD കണ്ടോ? ട്രയാങ്കിൾസ് ACD APQ. സിയും ഡിയും ഈ വലിയ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലായിരിക്കും. അതുകൂടാതെ തേർഡ് സൈഡിൻ്റെ ലെങ്തിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ സിയും ഡിയും APയുടെയും AQവിൻ്റെയും മിഡ് പോയിൻ്റ് ആണ്. ട്രയാങ്കിൾ APQ എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ CD എന്ന ലൈൻ എന്ന് പറയുന്നത് എന്താണ്? CD എന്ന ലൈൻ ഈ സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്നതാണ്. On considering triangle APQ, CD is the line joining the midpoints of the sides AP and AQ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലായിരിക്കും. അതുകൂടാതെ തേർഡ് സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ therefore CD and PQ are parallel and CD is half of PQ. അപ്പോൾ നോക്കി ഏതാ പറഞ്ഞിരിക്കുന്നത്? ഓൺ കൺസിഡറിങ് ട്രയാങ്കിൾ APQ ആണിത്. APQ, CD is the line joining the midpoints of the sides AP and AQ. Therefore, it is parallel to the third side and is half of the third side. Therefore, CD is parallel to PQ and CD is half PQ. Cross multiply ചെയ്യുമ്പോൾ PQ is equal to 2CD. അതല്ലേ ട്വൈസ് ഓഫ് CD. അതല്ലേ നമുക്കൊന്ന് പ്രൂവ് ചെയ്യേണ്ടത്. പാരലൽ എന്നുള്ളതും അതിൻ്റെ ഡബിൾ എന്നുള്ളതുമാണ് രണ്ട് കേസായിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് 7th question. Prove that two circles drawn on two equal sides of an isosceles triangle as diameters passes through the midpoint of the third side. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ട്. ഞാനൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചു. അതിൻ്റെ ഐസോസിലസ് ട്രയാങ്കിൾ ആവുമ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അത് ഞാൻ ABയും ACയും ഈക്വൽ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. BCക്ക് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചു AD. എയിൽ നിന്നും BCക്ക് വരുന്ന പെർപെൻഡിക്കുലർ ആണ് AD.
നമുക്കറിയാം ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. എ ഡി എന്ന് പറയുന്നത് ബി സിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ആണല്ലോ. അപ്പം എന്താ നോക്കിയേ, ഞാനിത് ഈ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യും. ഒരു സൈഡിൽ ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതായത് ട്രയാങ്കിൾ എ പി ഡി എന്ന ട്രയാങ്കിൾ എ ബി ഡി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആംഗിൾ ഡി 90 ഡിഗ്രിയാണ്. ആണല്ലോ. അപ്പോൾ എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ അത് എവിടെ കൂടെ പോവും? ആംഗിൾ ഡി 90 ഡിഗ്രി ആയതുകൊണ്ട് ഡിയിലൂടെ പാസ് ചെയ്യും. അടുത്ത ട്രയാങ്കിൾ നോക്കിക്കേ, ട്രയാങ്കിൾ എ ഡി സി. ഇവിടെയും ആംഗിൾ ഡി 90 ഡിഗ്രിയാണ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, അത് ഡിയിലൂടെ പാസ് ചെയ്യും. അതല്ലേ നമ്മളോട് ചോദിച്ചിരുന്നത് രണ്ടും കോമൺ പോയിന്റ് കൂടെ പോകുന്നു. നോക്കിക്കേ, ലെറ്റ് എ ബി ഇസ് ഈക്വൽ ടു എ സി. നമ്മൾ എ ബി എ സി ഈക്വലായി നമ്മൾ അസ്യൂം ചെയ്തു. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. അങ്ങനെയാകുമ്പോൾ ഡി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി. എ ഡി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി സിയും 90 ഡിഗ്രി എന്നാണ് അതിൻ്റെ മീനിങ്. If we draw a circle with AB as diameter, then it passes through D. എന്തുകൊണ്ടാ? ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി. 90 കുറവാണെങ്കിൽ സർക്കിളിന് വെളിയിലായിരിക്കും, 90 കൂടുതലാണെങ്കിൽ സർക്കിളിനകത്തായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അത് വെച്ച് ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി ആയതുകൊണ്ട് എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരച്ചാൽ ഡിയിലൂടെ പാസ് ചെയ്യും. If you draw a circle with AC as diameter, then it passes through D since ADC is 90 degree. ഇതിൻ്റെ അതേ റീസൺ തന്നെ. The two circles passes through D. That it is the midpoint of the third side. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നിങ്ങളിത് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ബുക്കിലോട്ടൊന്ന് എഴുതിയിട്ട് ഒന്നുകൂടെ നോക്കി പഠിക്കും. നീ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. പ്രൂവ് ദാറ്റ് ഓൾ 4 സർക്കിൾസ് ഡ്രോൺ വിത്ത് ദി സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസസ് ത്രൂ എ കോമൺ പോയിന്റ്. അതായത് ഇവിടെ റോംബസ് ഞാൻ വരച്ചേക്കുക എ ബി സി ഡി. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഞാൻ സർക്കിൾസ് വരച്ചേക്കുക. എ ഡി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു, എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് അടുത്ത സർക്കിൾ വരച്ചു, ബി സി ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു, സി ഡി ഡയമീറ്റർ ആണ്. ഇതെല്ലാം ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ ബി സി ഡി റോംബസ് ആണ്. ഞാനിവിടെ ബി ഡി അങ്ങ് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ ഇതാ റോംബസ് എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഞാനിത് ജോയിൻ ചെയ്ത് നടുക്കൂടെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ഇത് ട്രയാങ്കിൾ എ ബി ഡി. ആ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ആ ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിളാണ്. ഇതിൻ്റെ 4 സൈഡ് ഈക്വലാണ് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അത് ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തിയറം പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഈ 2 സൈഡ്സ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾസ് വരച്ചാൽ അത് ഈ തേർഡ് സൈഡായ ബി ഡിയുടെ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യും. ആണല്ലോ. അപ്പോൾ ഈ 2 സർക്കിളും ഒരേ പോയിന്റിൽ കൂടെ പോസ്. അടുത്തത് ഇതാ നോക്കിയേ, ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. അതും ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. കഴിഞ്ഞ തിയറം വെച്ച് തന്നെ ബി സിയും സി ഡിയും ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരച്ചാൽ അത് ഇവിടെ കൂടെ പോവും, ബി ഡിയുടെ മിഡ് പോയിന്റിൽ കൂടെ പോവും. അപ്പോൾ ആദ്യത്തെ 2 സർക്കിളും ബി ഡിയുടെ മിഡ് പോയിന്റ് കൂടെ പോകുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ 2 സർക്കിളും ബി ഡിയുടെ മിഡ് പോയിന്റ് കൂടെ പോകുമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ 4 സർക്കിൾസും ഒരേ പോയിന്റിലൂടെ പോകും. അപ്പോൾ നോക്കിക്കേ, ഗിവൺ ABCD is a rhombus, then triangle ABD and triangle BCD are isosceles triangles. നോക്ക്, in triangle ABD എന്ന ട്രയാങ്കിൾ എടുത്താൽ AB is equal to AD. If we draw circles with AB and AD as diameter,
the circles will pass through the midpoint of BD. അടുത്ത ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ BCD. BC is equal to CD. If we draw circles with BC and CD as diameters, the circles will pass through the midpoint of BD. അപ്പോൾ ഈ രണ്ട് സർക്കിൾസും ബി ഡിയുടെ മിഡ് പോയിന്റിൽ കൂടെ പോകുന്നു, ഈ രണ്ട് സർക്കിൾസും ബി ഡിയുടെ മിഡ് പോയിന്റിൽ കൂടെ പോകുന്നു. ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ഓൾ ദി 4 സർക്കിൾസ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്. നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദി പിക്ചർ. അഡ്ജസൻറ്റ് സൈഡ്സ്, അടുത്തടുത്ത സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഏത് ക്വാഡ്രിലാറ്ററലിന് ശരിയാകും എന്ന് പറയാൻ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് പറയുന്ന പേര് നമ്മൾ എന്താണ്? കൈറ്റ്. അപ്പോൾ ഇവിടെ ABCD എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ABCD ഈസ് എ കൈറ്റ്. അപ്പോൾ AB എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് AD യുമായിട്ട് ഈക്വൽ ആണെന്ന് പറയുന്നു. അതേപോലെ BC എന്നത് CD യുമായിട്ട് ഈക്വൽ ആകുന്നു. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആകുന്നു. ഇവിടെ ഞാൻ BD എന്ന് പറയുന്ന ഡയമീറ്റർ ഡയമീറ്റർ അല്ല, അതിന് ഡയഗണൽ വരയ്ക്കുന്നു. BD എന്ന ഡയഗണൽ വരയ്ക്കുന്നു. BD എന്ന ഡയഗണൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതാ നോക്കി, ആദ്യം ഒരു ട്രയാങ്കിൾ കിട്ടും. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ABD. അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈ രണ്ട് സർക്കിൾസും BDയുടെ മിഡ് പോയിന്റിൽ കൂടി പോകും. അടുത്ത ട്രയാങ്കിൾ BCD കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? അതും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ. അവിടെയും ഈ രണ്ട് സർക്കിൾസും BDയുടെ മിഡ് പോയിന്റിൽ കൂടെ പോകും. അപ്പോൾ ആദ്യത്തെ രണ്ട് സർക്കിളും BDയുടെ മിഡ് പോയിന്റിൽ കൂടെ പോകുന്നു, രണ്ടാമത്തെ സർക്കിൾസും BDയുടെ മിഡ് പോയിന്റിൽ കൂടെ പോകുന്നു. ദാറ്റ് മീൻസ് all the 4 circles passes through a common point. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് എഴുതിയെടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു സെമി സർക്കിൾ, അതിൻ്റെ ഡയമീറ്റേഴ്സിൻ്റെ എൻഡ് പോയിൻറ്റ്സും സെമി സർക്കിളിലെ ഒരു പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മറ്റൊന്നുമായിട്ട് ഈക്വൽ, രണ്ട് ക്രസൻറ്റിൻ്റെ ഏരിയയുടെ സം. ആ ക്രസൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ AB ഡയമീറ്ററായ സെമി സർക്കിളാണിത്. ഇനി അതിൻ്റെ മറ്റ് രണ്ട് സൈഡ്സ് ആ ACയും BCയും ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് വേറെ രണ്ട് സെമി സർക്കിൾസ് വരയ്ക്കാമല്ലോ. ആ സെമി സർക്കിൾസ് വരയ്ക്കുമ്പോൾ ഈ ഫസ്റ്റ് സെമി സർക്കിളുമായിട്ട് കുറച്ച് പാർട്ട് കോമൺ ആയിട്ട് വരും. ഇതാ ഈ പാർട്ട് അതൊഴികെയുള്ള പാർട്ട് ഇതാ ഇത് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഷെയ്ഡ് ചെയ്ത് കാണിച്ച പാർട്ട് നമ്മൾ ക്രസൻറ്റ് മൂൺ എന്നൊക്കെ പറയത്തില്ലേ, അതേ ഷേപ്പല്ലേ. അപ്പോൾ അതാണ് ദാ ഈ രണ്ട് ക്രസൻറ്റുകളുടെ ഏരിയയുടെ സം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ സമ്മുമായിട്ട് ഈക്വൽ എന്ന് നമുക്ക് പറയാം. ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, πr². അപ്പോൾ സെമി സർക്കിൾ ആകുമ്പോൾ ആ πr² ഹാഫ്, πr²/2. ഇതാണ് സെമി സർക്കിളിന്, അതായത് πr² നമ്മൾ സർക്കിൾ ഫുള്ളാകും, അതിൻ്റെ ഹാഫാണ് സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പം നമുക്കവിടെ R ആവശ്യമാണ്. R ഇല്ലെങ്കിൽ ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ ഹാഫാണ്. അപ്പം നമുക്ക് AB ഡയമീറ്റർ ആക്കിക്കൊണ്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ ഒന്ന് കാണാം. എന്തുവരും? π/2 നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി r². R ഇല്ലാത്തത് കൊണ്ട് ഡയമീറ്ററിൻ്റെ ഹാഫ് AB ആണ് ഡയമീറ്റർ, AB/2 ദ ഹോൾ സ്ക്വയർ. ഇനി അടുത്തത് AC ഡയമീറ്റർ ആക്കിക്കൊണ്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π/2 × AC/2 ദ ഹോൾ സ്ക്വയർ. AC/2 എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഡയമീറ്ററിൻ്റെ ഹാഫ് റേഡിയസിൻ്റെ സ്ക്വയർ. അടുത്തത് BC ഡയമീറ്റർ ആക്കിക്കൊണ്ടുള്ള സെമി സർക്കിൾ, അതും π/2 × BC/2 ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. കാര്യം സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ പൈതഗോറസ് തിയറം നമുക്ക് അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യും. ദറ്റ് ഈസ് AB² = AC² + BC².
അപ്പോൾ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഈ രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ 1/2 പൈ ഇൻറ്റു എ സി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/2 പൈ ഇൻറ്റു ബി സി ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ രണ്ടിടത്തും π/2 കോമൺ ഉണ്ട്. ബാക്കി എടുത്തു കഴിയുമ്പോൾ എ സി സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 എ സി സ്ക്വയർ ബൈ 4 പ്ലസ് ഇവിടെ നിന്നും π/2 എടുത്ത് കഴിയുമ്പോൾ ബാക്കി എന്ത് വരും ബി സി സ്ക്വയർ ബൈ 4. ഈ 4 രണ്ടിനെ കോമൺ ഡിനോമിനേറ്റർ ആക്കി കഴിയുമ്പോൾ π/2 ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ 4. നമ്മൾക്ക് നേരത്തെ അറിയാം എന്താ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എ ബി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ π/2 ഇൻറ്റു എ ബി സ്ക്വയർ ബൈ 4. ഇതിനെ നമുക്ക് എ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം നോക്കിക്കേ, ഈ രണ്ട് ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയയുടെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ ഈ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയയുടെ സമ്മുമായിട്ട് ഈക്വൽ ആകുന്നു അല്ലേ. വലിയ ഇത് എ ബി ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് സെമി സർക്കിൾസിൻ്റെ ഏരിയയുടെ സമ്മ് കണ്ടുപിടിച്ചപ്പോൾ ഈ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടിയല്ലോ. അപ്പോൾ ഈ ചെറിയ രണ്ട് സെമി സർക്കിൾസിൻ്റെ ഏരിയയുടെ സം എന്ന് പറയുന്നത് വലിയ സെമി സർക്കിളിൻ്റെ ഏരിയയുടെ സമ്മിന് ഈക്വലാണ്. ഇനി ഞാനിതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് എഴുതി വെക്കുകയാണ്. അതായത് ഇതാ നോക്കിക്കേ, ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ പാർട്ടിന് ഞാൻ 1 എന്ന് കൊടുത്തു. അത് നമുക്ക് ഈ 1 എന്ന് പറയുന്ന 1 അതിന് വെളിയിൽ ഇതാ ഈ പാർട്ട് 2 ഈ പാർട്ട് 3 അതുപോലെ തന്നെ ഇവിടെ എഴുതി ഇത് 1 2 3. പിന്നെ ഇതിന് വെളിയിൽ വരുന്നതാ ഈ പാർട്ടിന് ഞാൻ 4 എന്ന് കൊടുത്തു. ഇതിന് വെളിയിൽ വരുന്ന പാർട്ടിന് 5 എന്ന് കൊടുത്തു. അപ്പം നമുക്ക് ഇതാ നോക്കിയേ, ഈ സെമി സർക്കിളിൻ്റെ എ സി ഡയമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും 2 + 4 ആണോ. 2ഉം 4ഉം കൂടി ആഡ് ചെയ്യുന്നു. 2ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അടുത്തത് ബി സി ഡയമീറ്റർ ആകുന്നതിന് എന്ത് കിട്ടും 3 + 5 ആണോ. 3ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ സെമി സർക്കിളിൻ്റെ ഏരിയ ആകും. ഇനിയും ഇതിൻ്റെതോ 1 + 2 + 3 അല്ലേ. 1 2 3 ഇത് 3 ചേരുമ്പോഴല്ലേ ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും, ആ വാല്യൂ ഇതാ ഈ ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം 2 + 4 എന്ന് കൊടുക്കാം അല്ലേ. ഇതിന് പകരം 2 + 4 എന്ന് കൊടുക്കാം. ഇതിന് പകരം 3 + 5 എന്ന് കൊടുക്കാം. അപ്പം 2 + 4 + 3 + 5 ഇതിന് പകരമുള്ള 3 + 5. ഇനി ഈ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു ഇതാണ്. അതെന്ത് വരും 1 + 2 + 3. അപ്പോൾ 2 + 4 + 3 + 5 = 1 + 2 + 3. നോക്കിക്കേ, രണ്ട് സൈഡിലും സെയിം ഏരിയയാണ് 2 എന്ന് പറയുന്നത്. രണ്ടും ക്യാൻസൽ ആക്കാം. അതേപോലെ രണ്ട് സൈഡിലും 3 എന്ന ഏരിയ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കും ക്യാൻസൽ ആക്കാം. അല്ലെങ്കിൽ ഇതിപ്പുറത്ത് കൊണ്ട് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് വരും 4 + 5 = 1. 4ഉം 5ഉം എന്താണ് ഈ രണ്ട് ക്രസൻറ്റാണ്. ഈ രണ്ട് ക്രസൻറ്റിൻ്റെ ഏരിയയുടെ സം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലായി. ട്രയാങ്കിൾ പാർട്ടിൻ്റെ ഏരിയ അല്ലേ 1. അപ്പോൾ ഈ ട്രയാങ്കിൾ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ക്രസൻറ്റുകളുടെ ഏരിയയുടെ സമ്മിന് ഈക്വലാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം ഒന്നുകൂടെ നോക്കണം, കാരണം ഇത് പല പ്രാവശ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഒന്നുകൂടി നിങ്ങളത് നോക്കിയിട്ട് ബുക്കിലോട്ടത് നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കുക.